എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കൊലയാളി ആദരിക്കപ്പെടുകയോ, ഒരു കൊലയാളി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്ത ചാനലുകളിൽ വന്നപ്പോൾ അതിന് താഴെ അയാളെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും അയാളുടെ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിരവധി കമൻറ്റുകൾ വരികയാണ്. അത് നമ്മുടെ കേരളത്തിൽ. അത് എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട്? സ്വാഭാവികമായും ആളുകൾ ചിന്തിച്ചു പോകും. അതാണ് മഞ്ചേരി കൃഷ്ണപ്രിയ വധക്കേസ്. ഒരു കൊലപാതകം നടന്ന, പ്രത്യേകിച്ച് 10-13 വയസ്സുള്ള ഒരു പെൺകുട്ടിയൊക്കെ പീഡിപ്പിച്ച് ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സിൽ വരും, അയാളെ ചീരാമുളക് അരച്ച് അയാളുടെ ഇന്ന സ്ഥലത്ത് തേക്കണം, അവിടെ തേക്കണം, അല്ലെങ്കിൽ അയാളെ വെട്ടിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം. മനുഷ്യൻ്റെ മനസ്സിൽ പലതും തോന്നിപ്പോയും അയാളെ അതേ സ്പോട്ടിൽ തന്നെ വെട്ടിക്കൊല്ലേണ്ടിയിരുന്നു, അയാളെയൊന്നും ഇനി നാട്ടിൽ വെക്കരുത്. അങ്ങനെ പലവിധ ചിന്തകൾ മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകും. ഏതായാലും അന്ന് 2000-ന് ശേഷമാണ്, 2001-ലാണ് ഈ കൊലപാതകം നടക്കുന്നത്. പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കേരളത്തിൽ അന്നൊക്കെ അപൂർവമായിട്ടായിരുന്നു ഇത്തരം കൊലപാതകങ്ങൾ. ഇന്നത്തെ പോലെയല്ല. മനുഷ്യ മനസ്സിനെ തന്നെ മരവിപ്പിച്ചു പോയി. അന്നേ ജനങ്ങളുടെ ഉള്ളിലൊരു വികാരമായിരുന്നു അയാളെ, ആ പ്രതിയെ, എന്ന് 24 വയസ്സുള്ള ആ വ്യക്തിയെ കിട്ടിയാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഏതായാലും ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ അയാളെ കൊന്നു എന്ന് ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നു. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. മഞ്ചേരി സെഷൻസ് കോടതി അയാൾ പ്രതിയാണെന്ന് കണ്ടെത്തിയെങ്കിലും ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് തള്ളപ്പെട്ടു. അത് തെളിവുകളുടെയും മറ്റും പല അഭാവങ്ങളും പോലീസ് വീഴ്ചയും ഒക്കെ കാരണമായി പറയുന്നുണ്ട്. ഏതായാലും ആ വാർത്ത, അതായത് പ്രതിയെ വെറുതെ വിട്ടു എന്ന വാർത്ത പോലും ജനങ്ങൾ, അന്ന് സോഷ്യൽ മീഡിയയൊന്നുമില്ല, പക്ഷെ ആ വാർത്ത കണ്ടപ്പോൾ വളരെ സന്തോഷിച്ച ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. കാരണം ആ 13-കാരിയെ കൊന്ന വ്യക്തിയെ അച്ഛൻ കൊന്നു എന്ന് പറയുമ്പോൾ ആവേശമായിരുന്നു. ഇന്നും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാർത്ത, മരണവാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ, കാരണം ഇതിന് മനുഷ്യനെ എങ്ങനെ ഇത്തരം കമൻറ്റ്, ഒരു കൊലയാളിക്ക് അനുകൂലമായി ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥം മനുഷ്യൻ്റെ മനസ്സിലെ ഈ പറഞ്ഞ വികാരമാണ്. അതായത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അയാളെ കയ്യിൽ കിട്ടിയാൽ ഉടനെ വധിക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നും. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള നിയമം കയ്യിലെടുക്കാൻ നമുക്ക് വകുപ്പില്ല, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾക്ക് പലപ്പോഴും ആഗ്രഹമാണ് അയാളെങ്ങനെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഈ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഇയാളെ കൊല്ലുകയും അത് വലിയ വാർത്തയാകുകയും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അത് അതിലും വലിയ വാർത്തയാകുകയും ചെയ്തു. സന്തോഷിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവർ വളരെ കുറവുള്ളൊരു കൊലപാതക വാർത്ത, അല്ലെങ്കിൽ ഒരു കൊലപാതകയുടെ മരണം ജനങ്ങൾ